അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അത് തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. ഞാനിപ്പോൾ അളവ് കപ്പിലാണ് ഈ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെ അളവിൽ ബാക്കിയെല്ലാം അളന്നിട്ടെടുക്കാം. പൊടിയുടെ കൂടെ തന്നെ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തത് അതിന്റെ പകുതി റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പത്തിലൊക്കെ ഇടുന്ന അപ്പക്കാരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും സോഡാപ്പൊടിയെല്ലാം മാവുമായിട്ട് ഒന്ന് മിക്സ് ആവണം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തത് ഈ പലഹാരം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവയും അരിപ്പൊടിയൊക്കെ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളവും എടുത്തിട്ടുള്ളത്. ഒരുപാട് ഒരുമിച്ച് ഒഴിക്കരുത്. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിക്കുക. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ കപ്പ് അളവിലായതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് ദോശമാവിന്റെ ഒരു പരുവമാണ് വേണ്ടത്. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും അങ്ങ് ഒഴിക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം കുറേശ്ശെ ചേർത്ത് യോജിപ്പിച്ച് മാവെടുക്കാൻ. ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം കൂടി പോവരുത്. കട്ടകളില്ലാതെ യോജിപ്പിച്ചെടുക്കാം. കറക്റ്റായി. നമുക്കിപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ പരുവത്തിന് കലക്കി എടുക്കുക. ഈ ഒരു പരുവത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ റവയെല്ലാം ഒന്ന് കുതിർത്ത് കുറച്ചും കൂടെ ഈ മാവൊന്ന് കട്ടിയാവും. ഇതിവിടെ ഇരിക്കട്ടെ. മൂടി വെച്ച് കൊടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ മാവൊക്കെ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര എടുക്കുക. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര വരെ എടുക്കുക. ഇനി ശർക്കര ഉരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ശർക്കര ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ശർക്കര ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ശർക്കര പാനി അരിച്ചൊരു പാനിലേക്ക് ഒഴിക്കാം. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചൊഴിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഒരു പാനിൽ തന്നെ എല്ലാം ചെയ്തിട്ടെടുത്താൽ മതി. ശർക്കര പാനി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ശർക്കര പാനി ഇതുപോലെ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അളവ് കപ്പിൽ 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് ചിരകിയ തേങ്ങ എടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാടങ്ങ് വറ്റി വരേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് യോജിച്ച് ഒന്ന് കുറുകി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏലക്ക പൊടിയല്ല, ഏലക്ക അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ ശർക്കര പാനിയിൽ കിടന്ന് വറ്റി വരണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത്. ചെറിയൊരു നനവ് വേണം. അപ്പോൾ ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റി വരാൻ നിൽക്കരുത്. എന്നാൽ പിന്നെ
ഒരുപാട് കട്ടിയായി കല്ലായി പോവും. ഈ ഒരു സമയം ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വരും. ഈ ഒരു പരുവത്തിന് വേണം റെഡിയാക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പം ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇഡ്ഡലി തട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് ഈ പാത്രം നല്ലോണം ഒന്ന് ചൂടാവണം. എല്ലാ വശത്തും ഇതുപോലെ ഉള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. വെള്ളമൊക്കെ തിളച്ച് പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാവണം. മൂടി വെച്ച് കൊടുക്കുക. നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കുന്ന സമയം മാത്രമേ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി തുറന്ന് നോക്കാം. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരു സ്പാച്ചില ഉണ്ട്, ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. മാവ് കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് നമ്മൾ റവയൊക്കെ കുതിർന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇപ്പോൾ വെള്ളം തിളച്ച് പാത്രമൊക്കെ നന്നായിട്ട് ഇതാ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ പകുതി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പകുതി മാവ് ഒഴിച്ച് ഒന്ന് സെറ്റായി വരണം. ഒരു കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം നമ്മൾ മാവ് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ആയി. ഇനി തുറന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ആ സൈഡ് ഭാഗത്തൊന്നും വെക്കരുത്. ബാക്കി എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. സൈഡ് ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒലിച്ചിറങ്ങും ശർക്കര. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൽ ഫില്ലിങ് നേരത്തെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കി മാവ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ബാക്കി മാവ് മുഴുവനും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. മാക്സിമം 10 മിനിറ്റെങ്കിലും ആവിയേറ്റാൻ വെക്കണം. 5 മിനിറ്റൊക്കെ ആവിയേറ്റാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടില്ല. കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. കുത്തിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ചൂട് നന്നായിട്ട് മാറണം. ഇഡലി ചെമ്പിൽ നിന്ന് നമുക്ക് മാത്രം പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടേ ഉള്ളൂ, കുഴപ്പമില്ല. ചൂട് മാറുമ്പോൾ ഇതിന്റെ സൈഡൊക്കെ വിട്ട് വരും. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രം എല്ലാം തുറന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു വശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത പീസുകളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് നാം മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നെയ്യൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്